ഹാ, അടങ്ങി നിൽക്കണി അമ്മണി കൊച്ചേ. ഇത് ഞാൻ മുഴുവൻ കറന്നുകൊണ്ടങ്ങ് പോകത്തൊന്നുമില്ല. നിന്റെ കൊച്ചുങ്ങൾക്കുള്ളത് വച്ചിട്ട് മാത്രമേ എടുക്കൂ. എന്റെ പൊടിക്കൊച്ചിനൊരിത്തിരി പാല് നീ ഒന്ന് താടി. പാലെടുക്കാൻ വന്നപ്പോൾ ഒന്ന് മുരടനയ്ക്ക് ആടിനോട് ജാൻസി പറഞ്ഞു. അത് കറന്നതും അവൾ പോകാൻ എഴുന്നേറ്റു. പോകും മുൻപ് അമ്മിണി ആടിനെയും അവളുടെ കുഞ്ഞാടിനെയും ഒന്ന് തലോടാനും മറന്നില്ല. കറന്ന പാലും കൊണ്ട് അകത്തേക്ക് ചെന്ന് അവൾ ഉണക്ക ഒലച്ചീലുകൾ കൂട്ടി തീ കത്തിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കറണ്ട് പോയി. നേരം 4 മണി ആയതേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങി നാശം. അത് പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലിരുന്ന് തീപ്പെട്ടി ഉരച്ച് വെളിച്ചം തെളിച്ചു. പാതകത്തിന്റെ അരികിലിരിക്കുന്ന മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ഓടിട്ട് ചെങ്കല്ലുകൊണ്ട് കെട്ടിയൊരു കൊച്ചു വീട്. തേച്ചിട്ടില്ല. 3 മുറിയും നിന്ന് തിരിയാൻ ഇടമില്ലാത്തൊരു കൊച്ചടുക്കളയും ഒരു കൊച്ചു തിണ്ണയും. മുറികളൊക്കെ സാരിത്തുണി കൊണ്ട് കർട്ടൻ ഇട്ട് വച്ചിരിക്കുന്നു. ഒരു മുറിയിൽ മാത്രം കതകുണ്ട്. മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ അവൾ തന്റെ ജോലി തുടർന്നു. പാല് കാച്ചി ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാക്കി ഒഴിച്ചു വെച്ചു. വെള്ളം തിളപ്പിച്ച് ഗോതമ്പ് പൊടി അതിലേക്കിട്ട് മാവ് കുഴച്ചു. വെള്ളം അടുപ്പത്ത് വെച്ച് 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനിട്ടു. 2 സവാളയും ഒരു പ്ലേറ്റും എടുത്ത് അരിയാൻ തുടങ്ങി. അപ്പോഴേക്കും കരണ്ട് വന്നു. അവൾ പെട്ടെന്ന് ബാക്കി ജോലി കൂടി തീർത്തു. കറിയും വെച്ച് കട്ടൻ കാപ്പിയും ഉണ്ടാക്കി അതിൽ നിന്ന് 1-2 ഇറക്ക് കുടിച്ചു. ബാക്കി അടുപ്പിൽ തന്നെ മൂടി വെച്ചു. ശേഷം വിറക് വയ്ക്കുന്ന ചേരിന് മുകളിൽ നിന്നും ഹെഡ്ലൈറ്റ് എടുത്ത് അടുക്കളവാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. വെളുപ്പിന് 5 മണി മുതൽ 8 മണി വരെ റബ്ബർ ടാപ്പിംഗ് ആണ് അവളുടെ ജോലി. അത് കഴിഞ്ഞ് 10 മണി മുതൽ 4 മണി വരെ അരമനയിലെ വീട്ടിലെ അടുക്കളപ്പണി. ഒരു മിനിറ്റ് പോലും ചുമ്മാതിരിക്കില്ല ജാൻസി. ആകെയുള്ള 5 സെന്റ് പുരയിടത്തിൽ ആകാവുന്ന കൃഷിയൊക്കെ അവൾ ചെയ്യും. പിന്നെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. അത് കറക്കിയും അവൾ പണം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കോഴിയും താറാവും ആടും അങ്ങനെ എല്ലാം ഉണ്ട്. പീരുമേട്ടിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്ക് കുടിയേറിയവരാണ് ജാൻസിയുടെ അപ്പനും അമ്മയും. ഒരു ബസ് അപകടത്തിൽ അവർ മരിച്ചു. അതോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അവളുടെ തലയിലാണ്. ജാൻസിക്ക് ഒരു ചേച്ചി ആൻസി. ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോയി ബസ്സിലെ ഒരു ഡ്രൈവറുമായി അടുപ്പത്തിലായി ആൻസി. അവൾക്കൊരു അബദ്ധം സംഭവിച്ചതോടെ അയാൾ കൈയൊഴിയാൻ തീരുമാനിച്ചു. എങ്കിലും അയാളുടെ പേരെഴുതി ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി താൻ മരിക്കുമെന്ന ആൻസിയുടെ ഭീഷണിക്ക് മുൻപിൽ അയാൾക്ക് അവളെ വിവാഹം കഴിക്കേണ്ടി വന്നു. ആ വിവാഹം ആർക്കും താല്പര്യമില്ലായിരുന്നു. അത്രയും മോശക്കാരനായിരുന്നു അയാൾ. ജാൻസിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം അയാളും ആൻസിയും ഇവിടെ തന്നെയാണ്. അവർക്ക് 6 വയസ്സുള്ളൊരു മോൾ. അയാളിപ്പോൾ ബസ് ഡ്രൈവറാണ്. ആഴ്ചയിൽ വരും. ജാൻസിക്ക് താഴെ 2 പേര്, ലിൻസിയും ബിൻസിയും. ലിൻസി 2ാം വർഷവും ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ബിൻസി +2-ന്. പഠിക്കാൻ മിടുക്കിയായിരുന്നിട്ടും അപ്പച്ചനും അമ്മച്ചിയും മരിച്ചതിൻ്റെ പേരിൽ തനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നതുകൊണ്ട് തൻ്റെ സഹോദരിമാരെ എത്ര വരെ പഠിപ്പിക്കാനും ജാൻസി തയ്യാറാണ്. അതിനാണ് ഈ ഓട്ടപ്പാച്ചിലൊക്കെ. ചിലർക്ക് അവൾ മാതൃകയാണ്, മറ്റു ചിലർക്ക് പരിഹാസം. പെണ്ണല്ലേ എന്ന് കരുതി മാനത്തിന് വിണ്ണയിടാൻ വരുന്നവരും കുറവല്ല. അവരൊക്കെ അവളുടെ കൈച്ചൂട് അറിഞ്ഞിട്ടുമുണ്ട്. ടാപ്പിംഗ് കഴിഞ്ഞ് അവൾ വന്നപ്പോൾ തിണ്ണയിലെ കണ്ണാടിയിൽ നോക്കി കണ്ണെഴുതുകയായിരുന്നു ലിൻസി. അവളുടെ തലവട്ടം ദൂരെ കണ്ടതേ ലിൻസി പേടിച്ച് അകത്തേക്ക് കയറിപ്പോയി. എന്നാ ചേച്ചി? ഓടിക്കയറിയ സ്പീഡിൽ തമ്മിലിടിച്ച ബിൻസി ചോദിച്ചു. ചേച്ചി ചേച്ചി വരുന്നുണ്ട്, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് എന്തുമാവാമെന്ന് കരുതി ജീവിക്കുന്ന കുറച്ചു പേര് നാട്ടിലുണ്ടാകും. എല്ലാ നാട്ടിലും. അതുകൊണ്ട് ഒരുപാട് ഒരുക്കങ്ങളൊന്നും വേണ്ടെന്ന് ജാൻസി അനിയത്തിമാരോട് പറഞ്ഞിട്ടുണ്ട്. അവളുടെ മുന്നിൽ വെച്ച് ഒരുങ്ങിയാൽ അപ്പോൾ തന്നെ രൂക്ഷമായൊരു നോട്ടമോ എന്തെങ്കിലും കമൻറ്റോ കിട്ടുമെന്ന് ഉറപ്പുമാണ്. അത് കേട്ടത് ബിൻസിയും ഒന്ന് ഞെട്ടി. അവൾ അടുക്കളപ്പുറത്തേക്ക് ഓടിച്ചെന്ന് ചൂലെടുത്ത് മുറ്റം തൂക്കാൻ തുടങ്ങി. എന്നാടി, തൂത്ത് വാരുന്നേ ഉള്ളോ? മണി 8 ആയല്ലോ. ജാൻസി അവളെ തുറച്ചു നോക്കി ചോദിച്ചു. എഴുന്നേൽക്കാൻ താമസിച്ചു ചേച്ചി, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ബിൻസി പേടിയോടെ പറഞ്ഞു. കൊച്ചെഴുന്നേറ്റോടി? ജാൻസി ചോദിച്ചു. ആ, എഴുന്നേറ്റ് ചേച്ചി, തുണി നനയ്ക്കാൻ പോയി. ആ പിറകെ അവളും പോയി. ബിൻസി പറഞ്ഞു. കൊള്ളാം, 6-ന് കൊച്ചിനെ കൊണ്ട് പോവല്ലെന്ന് പറഞ്ഞ ഈ ചേച്ചി കേൾക്കില്ല. അവൾക്കാണെങ്കിൽ കൊച്ചിൻ്റെ മേലൊരു ശ്രദ്ധയില്ല. അതെങ്ങാനും വെള്ളത്തിൽ കളിച്ചുകൊണ്ടൊന്ന് ശ്രദ്ധ തെറ്റിയാ എൻ്റെ ഈശോയെ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ജാൻസി പറഞ്ഞു. അവൾ വേഗം മുറിയിൽ ചെന്ന് ഒരു തോർത്തും ചുരിദാറും എടുത്തു. ശേഷം അടുക്കളയിൽ ചെന്ന് അല്പം എണ്ണയെടുത്ത് തലയിൽ പുരട്ടി. ലിൻസി ചപ്പാത്തി ചുടുകയാണ്. നിനക്ക് ക്ലാസ് ഇല്ലേടി? ഇല്ല ചേച്ചി. ആ, ഇരുന്ന് പഠിച്ചോണം രണ്ടും, അല്ലാതെ അയൽപ്പക്കം നിരങ്ങാൻ നിന്നേക്കല്ല. ഇല്ല ചേച്ചി. അത് പറഞ്ഞ് അവൾ 6-ന് നടന്നു. കാഞ്ഞിരപ്പള്ളിക്കാരുടെ സ്വന്തം മണിമലയാറാണ്. അവൾ ചെല്ലുമ്പോൾ ഒരു കടലാസ് തോണി ഉണ്ടാക്കി അതിന് വെള്ളത്തിന് മീതെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അന്നമോള്. ആൻമരിയ എന്നാണ് പേരെങ്കിലും അവൾ എല്ലാവർക്കും അന്നമോളാണ്. ജാൻസിക്ക് മാത്രം അവൾ മേരിക്കൊച്ചാണ്. എൻ്റെ മേരിക്കൊച്ച് എന്നാ എടുക്കുക? ജാൻസി വാത്സല്യത്തോട് ചോദിച്ചു. ഞാൻ വള്ളം ഉണ്ടാക്കി വിടുക കുഞ്ഞാൻറ്റി. ചിരിയോടെ അവൾ പറഞ്ഞു. ആന്തോ, പാല് കുടിച്ചായിരുന്നോ? ആ, കുടിച്ചിട്ടാ വന്നേ. നീ താമസിച്ചോ? ആൻസി ചോദിച്ചു. ആ, കുറച്ച്. ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ ഇവളെ കൂട്ടി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരണ്ടെന്ന്? വല്ലതും പറ്റിയാൽ ഓടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. കെട്ടിയൊന്നും തിരിഞ്ഞു നോക്കില്ല.
ജാൻസി അത് പറഞ്ഞപ്പോൾ ആൻസിയുടെ മുഖത്ത് വേദന നിറഞ്ഞു. അത് കണ്ടപ്പോൾ ജാൻസിക്കും കയറി പോകാൻ നോക്ക് കൊച്ചിനെ കൊണ്ട്. അലക്ക് കഴിഞ്ഞില്ലേ? ഇല്ലടി, പിഴിയാനുണ്ട്. ആ, ഞാൻ പിഴിഞ്ഞോണ്ട് വന്നോളാം, ചേച്ചി ചെല്ല്. അതും പറഞ്ഞ് അവൾ കഴുകി വെച്ചതിൽ നിന്നും ഒരു ലുങ്കി എടുത്ത് കച്ച കെട്ടി കുളിക്കാൻ തുടങ്ങി. കുളി കഴിഞ്ഞതും ജാൻസി നേരെ വീട്ടിലേക്ക് കയറി. ഒരു കോട്ടൺ പാവാടയും ചുരിദാറിൻ്റെ ടോപ്പുമായിരുന്നു അവളുടെ വേഷം. അവളുടെ സ്ഥിരം വേഷവും അതായിരുന്നു. എടി, ഈ തുണിയൊന്ന് വിരിച്ചിട്ടേക്ക്. ബക്കറ്റ് ബിൻസിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. എന്നിട്ട് ധൃതിയിൽ കോഴിക്കൂട് തുറന്ന് കോഴികളെ പുറത്തേക്ക് ഇറക്കി. അതെ, അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ പെട്ടെന്ന് വൈകിട്ട് വന്ന് കൂട്ടി കയറിക്കോണം. എനിക്ക് വയ്യ പിറകെ പറമ്പിൽ കൂടി ഓടി നടക്കാൻ. എടി ബിൻസിയെ, ഇതികൾ കുറച്ച് ഗോതമ്പ് എടുത്തു വിടുത്തേ, ജാൻസി വിളിച്ചു പറഞ്ഞു. കോഴികളെല്ലാം കൂട്ടിൽ നിന്ന് പിറകിയ ശേഷം അവൾ കൂട്ടിലേക്ക് കൈ തപ്പിയിട്ട് 4 മുട്ടകൾ എടുത്തു. അതുമായി അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ അപ്പോൾ ആൻസി അന്നമോൾക്ക് ചപ്പാത്തി വായിൽ വെച്ച് കൊടുക്കുകയായിരുന്നു. എടി ബിൻസിയെ, ആ ബാക്കിയിരിക്കുന്ന മുട്ടയും കൂടി എടുത്തേ. കൊച്ചിന് 2 വെച്ചിട്ട് ബാക്കി കോഴിമുട്ടയും താറാമുട്ടയും എല്ലാം ഇങ്ങെടുക്ക്, ജാൻസി വിളിച്ചു പറഞ്ഞു. എൻ്റെ അടി പെന്നിയുടെ കടയിൽ കൊടുക്കാനാണോ? ഞാൻ പിന്നെ കടയിൽ പോകുന്നുണ്ട്, അപ്പം കൊടുക്കാം, ആൻസി പറഞ്ഞു. അല്ലേ ചേച്ചി, അരമനയിലേക്ക് അവിടുത്തെ ചെറുക്കനിന്ന് വരുന്നുണ്ട്. ക്ലാരമ്മച്ചി പറഞ്ഞായിരുന്നു ഇന്നുള്ള മുട്ടയെല്ലാം അവിടെ തന്നെ കൊടുത്തേക്കണമെന്ന്. കുറച്ച് ആട്ടുപാലും കൂടി വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ വൈകുന്നേരത്തേക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു പേപ്പറിൽ മുഴുവൻ മുട്ടകളും പൊതിഞ്ഞുകൊണ്ട് ബിൻസി അവിടെ എത്തിയിരുന്നു. 20 മുട്ടയുണ്ട് ചേച്ചി, 12 കോഴിയും 8 താറാവും. ആ, കൊച്ചിന് വെച്ചോ? വച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങാൻ പോവാണേ, സമയം വല്ലാതെ വൈകി. അന്നമോളുടെ നെറ്റിയിലൊന്ന് മുത്തി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടിയ ഒരു പഴയ കോട്ടൺ ചുരിദാർ എടുത്തണഞ്ഞു. മുടിയൊന്ന് വാരിക്കെട്ടി. കഴിഞ്ഞൊരുക്കം. ഒരു പൗഡർ പോലും ഇട്ടില്ല. എങ്കിലും അവൾ സുന്ദരിയായിരുന്നു. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്നതെങ്ങാനും ഞാൻ വരുമ്പോൾ കണ്ട. ലിൻസിക്കും ബിൻസിക്കും ഒരു വാണിംഗ് കൊടുത്തിട്ടാണ് ജാൻസി ഇറങ്ങിയത്. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയുടെ ഒരു പ്രധാന പട്ടണമാണ് കാഞ്ഞിരപ്പള്ളി. മലനാടിൻ്റെ റാണി, മലനാടിൻ്റെ കവാടം, ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നുമൊക്കെ കാഞ്ഞിരപ്പള്ളിയെ വിശേഷിപ്പിക്കാം. സുറിയാനി ക്രിസ്ത്യൻ സമൂഹമാണ് കാഞ്ഞിരപ്പള്ളിയിൽ അധികവും. കാട് വെട്ടി റബ്ബർ നട്ട നല്ല ഒന്നാന്തരം അച്ചായന്മാരുടെ നാട്. മണിമലയാറിന്റെ കാറ്റേറ്റ് ജാൻസി നടന്നു. പുഴയുടെ മീതെ മൂടൽമഞ്ഞ് കാണാം. കാഞ്ഞിരപ്പള്ളിയുടെ സൗന്ദര്യം ഈ റബ്ബറും മഞ്ഞും ഒക്കെ തന്നെയാണെന്നതാണ് സത്യം. ജാൻസി കണ്ട പരിചിത മുഖങ്ങളിലൊക്കെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു കാണിച്ചു. തൻ്റെ പ്രിയപ്പെട്ട പാട്ട് ആസ്വദിച്ച് ഹെഡ്സെറ്റും ചെവിയിൽ വെച്ച് ബുള്ളറ്റിൽ വരികയായിരുന്നു ആൽവിൻ. 4 കൂടുന്ന കവലയിൽ എത്തിയപ്പോഴാണ് പെട്ടെന്നൊരു പെൺകുട്ടി ക്രോസ് ചെയ്യുന്നത് അവൻ കണ്ടത്. പാട്ടിൻ്റെ ഫീലിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടാൻ അവൻ മറന്നു. പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. പക്ഷെ അപ്പോഴേക്കും ആ പെൺകുട്ടി വീണിരുന്നു. അവളുടെ കൈകളിലിരുന്ന് എന്തോ താഴേക്ക് പോകുന്നത് കണ്ടു ആൽവിൻ. പെട്ടെന്ന് തന്നെ അവൻ ഹെൽമറ്റ് ഊരി വണ്ടി സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങി. രൗദ്രഭാവത്തിൽ തന്നെ നോക്കുന്ന അവളെയാണ് ആ നിമിഷം അവൻ കാണുന്നത്. അവൻ അവളെ തന്നെ നോക്കി. ഒരു ചമയങ്ങളുമില്ല. ഒരു കറുത്ത ചരടുകൊന്ത, ഒരു വെള്ള മുത്തുകമ്മൽ, ഒരു ഓറഞ്ച് കോട്ടൺ ചുരിദാർ, ഒഴിഞ്ഞ കൈകൾ, പൊട്ടുകുത്താത്ത നെറ്റിത്തടം, കരിപടരാത്ത നയനങ്ങൾ, താടിയുടെ വലതുവശത്ത് ഒരു കുഞ്ഞു മറുക്. ചമയങ്ങളൊന്നുമില്ല എങ്കിലും നീണ്ട മൂക്കും തുടുത്ത കവിളുകളും ചെഞ്ചൊടികളും. ആരായാലും ഒന്ന് നോക്കി നിന്നു പോകും. ആ മറുകാണ് അവളുടെ സൗന്ദര്യമെന്ന് അവന് തോന്നി. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? റോഡിൽ കൂടി നടക്കുന്നവരെ തട്ടിമറിച്ചിടാൻ നടക്കുക. അപ്പനോടും അമ്മയോടും തിരിച്ചു ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണോ ഇറങ്ങിയത്? ദേഷ്യത്താൽ അവളുടെ മൂക്ക് ചുവന്നു. പെട്ടെന്ന് അവിടെ നിന്നവരൊക്കെ ചുറ്റും കൂടാൻ തുടങ്ങി. ആൽവിന് ദേഷ്യം തോന്നി. എവിടെ നോക്കിയാണ് നീ നടക്കുന്നത്? നീയല്ലേ നോക്കാതെ റോഡ് ക്രോസ് ചെയ്ത് വന്നത്? അവൻ പറഞ്ഞു. ദേ, എടി ബോഡി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, ഇപ്പൊ കുറ്റം എനിക്കായി. താൻ കൊള്ളാലോ. റോഡിലൂടെ വണ്ടി ഓടിച്ച് പഠിക്കുന്നവർ നോക്കണം, ആരെങ്കിലും റോഡിലുണ്ടോ ഇല്ലയോ എന്ന്. റോഡിനപ്പുറത്ത് പോകുന്നവരും നോക്കണം, പുറകെ വണ്ടി വരുന്നുണ്ടോ എന്ന്. ആൽവിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും ഒന്നും പറ്റിയില്ലല്ലോ. ആഹാ, പറ്റാതാണോ തനിക്ക് സങ്കടം? പിന്നെ കിടക്കുന്ന എന്താണോ? തറയിലേക്ക് ചിതറി കിടക്കുന്ന മുട്ടയിലേക്ക് ചൂണ്ടി അവൾ പറഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മേടിച്ചുകൊണ്ട് വന്ന ഗോതമ്പും അരിയും കുഴിച്ച് കോഴികൾ ഇട്ട് തരുന്ന മുട്ടയാണ്. ഇത് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് നശിപ്പിച്ചിട്ട് ഒന്നും പറ്റിയില്ലല്ലോ എന്ന്. കഷ്ടപ്പെടാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല ഒച്ചേ. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആഹാ, എന്നിട്ട് തന്നെ കണ്ടിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കും പോലെ തോന്നുന്നില്ലല്ലോ. ഉരുളയ്ക്ക് ഉപ്പേരിയാണ് അവളുടെ ലൈനെന്ന് അവന് മനസ്സിലായി. എനിക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ താൻ സഹിച്ചേനെ. പക്ഷേ ഇത് ഞാൻ കാരണം സംഭവിച്ചതല്ലേ. അതുകൊണ്ട് മുട്ടയുടെ കാശ് തന്നാൽ പോരെ? അയ്യോടാ, അത് വലിയ കാര്യമായി പോയല്ലോ. താൻ വലിയ ഔദാര്യം പോലെ പറയണ്ട. അല്ലെങ്കിൽ മുട്ടയുടെ കാശ് വാങ്ങിച്ചിട്ടേ ഞാൻ പോകൂ, അവൾ ഉശിരോടെ പറഞ്ഞു. ഇതെന്ത് സാധനം?
കരയ്ക്കൂടെ പറ്റില്ല, വെള്ളത്തിൽ കൂടെ പറ്റില്ല. അവൻ മനസ്സിലോർത്തു. വിട്ടുകള ജാൻസി കൊച്ചെ, ആ കൊച്ചനൊരു അബദ്ധം പറ്റിയതല്ലേ. കൂട്ടത്തിൽ പ്രായമായ ഒരാൾ പറഞ്ഞു. ദേ കറിയാച്ചേട്ടൻ ചേട്ടൻ്റെ കാര്യം നോക്കിക്കേ. അവള് പറഞ്ഞു. ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കറിയാച്ചേട്ടാ. ആൽവിൻ അവളെ കൂർപ്പിച്ചു നോക്കി. ചേട്ടനൊന്നും പറയണ്ട, ഇതിൻ്റെയൊക്കെ നാക്കിന് ലൈസൻസ് ഇല്ല. അവൻ അവളെ നോക്കി പറഞ്ഞു. ശേഷം പേഴ്സിൽ നിന്നും ഒരു 500-ന്റെ നോട്ട് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. 20 മുട്ടയുണ്ടായിരുന്നു. 12 കോഴിമുട്ടയും 8 താറാമുട്ടയും. ഇപ്പോഴത്തെ വില വെച്ച് 148 രൂപ. ബാക്കി പൈസയ്ക്ക് ചില്ലറയില്ല. ബാക്കി നീ തന്നെ കൈവച്ചോ. കുറെ വായിട്ട് അലച്ചതല്ലേ. എടോ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, എടി പൊടിയെന്നൊക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വിളിച്ചാൽ മതി. എൻ്റെ പൊന്നു കർത്താവേ, എന്താണാവോ തമ്പുരാട്ടിയുടെ പേര്. അവൻ്റെ മറുപടി കൊടുക്കാതെ അവൾ പറഞ്ഞു. താനിവിടെ നിൽക്ക്, ഞാനിപ്പോൾ തന്നെ ചില്ലറ വാങ്ങിക്കൊണ്ട് വരാം. ശരി തമ്പുരാട്ടി, അവൻ കൈ തൊഴുമ്പോലെ പറഞ്ഞു. അവൾ ചിറികൂട്ടി അടുത്ത കണ്ട കടയിലേക്ക് പോയി. ഡാ ബെന്നി, 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ടെത്താ. അവൾ ചില്ലറയും വാങ്ങിക്കൊണ്ട് വന്നു. 148-ന് 140 രൂപയെ എടുത്തുള്ളൂ. ഒരെണ്ണം പൊട്ടിയിട്ടില്ല. ബാക്കി 360 എന്ന. ജാൻസിക്ക് ഒരുത്തൻ്റെ ഔദാര്യം വേണ്ട. അത് പറഞ്ഞ് അവൾ നടന്നുപോയി. ജാൻസി, അവൻ പേര് മനസ്സിൽ ഉരുവിട്ടു. ജാൻസി റാണി. ചിരിയോടെ അവൻ പറഞ്ഞു. കൊള്ളാലോ സാധനം. മീശ പിരിച്ച് അവളെ നോക്കി. സ്വയമൊന്ന് പറഞ്ഞ ശേഷം അവളെ ഒന്നുകൂടെ നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തവൻ. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 3 പോസ്റ്റ് ആട്ടോ.